ശുദ്ധജലത്തിൻ്റെ ലഭ്യത നമ്മുടെ ഭൂമിയിൽ കുറഞ്ഞു വരികയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇത്തരത്തിലുള്ള വിളകൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ പരീക്ഷിക്കുകയാണെങ്കിൽ 100% സക്സസ് ആവും എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ രാജ്യം എന്ന് പറയാൻ മില്ലറ്റുകളുടെ ലോകമാണ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തെ വ്യാവസായിക അടിസ്ഥാനത്തിൽ 9 മില്ലറ്റുകളാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പം ഞാനുള്ളത് ICARൻ്റെ ബാംഗ്ലൂരിലുള്ള യൂണിവേഴ്സിറ്റിയിലാണ്. ഇവിടെ 9 തരം മില്ലറ്റുകളുടെ ഡിസ്പ്ലേ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്ന ഭക്ഷ്യധാന്യങ്ങളാണ്. നമുക്ക് ഒരു കാലത്ത് നമ്മുടെ ക്ഷാമകാലത്തൊക്കെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ വിശപ്പകറ്റിയിരുന്ന ധാന്യങ്ങളാണ് ഈ മില്ലറ്റുകളെന്ന് പറയുന്നത്. അപ്പോൾ 9 ധാന്യങ്ങളുടെ ഡിസ്പ്ലേ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ 9 ധാന്യങ്ങൾ കാണാനുള്ള ഒരു ഭാഗ്യം എല്ലാവർക്കും ചിലപ്പം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് 9 ധാന്യങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തി തരുന്നു. പ്രിയപ്പെട്ട കർഷകരെ, അപ്പോൾ നമുക്ക് എല്ലാ ചെറുധാന്യങ്ങളെയും ഇതുപോലെ നേരിട്ട് ഒരു വേദിയിൽ കാണുക എന്നത് അസാധ്യമാണ്. അപ്പോൾ 9 ധാന്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 9 ധാന്യങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് മണിച്ചോളം. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ചെറുധാന്യങ്ങളിലൊന്നാണ് ഈ മണിച്ചോളം. മണിച്ചോളവും കമ്പുമാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ റാഗിയും കൃഷി ചെയ്യുന്നുണ്ട്. റാഗി നമ്മൾ ഫിംഗർ മില്ലറ്റ് എന്ന് പറയും. ഇതാണ് നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് ഈ മണിച്ചോളത്തെ ജോവർ എന്ന് പറയും. മലയാളത്തിൽ മണിച്ചോളം എന്ന് നമ്മൾ പറയാറുണ്ട്. ഇംഗ്ലീഷിൽ നമ്മൾ സ്വർഗം എന്ന് പറയും. പൊതുവെ ഹിന്ദി നാടുകളിൽ, ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ, നോർത്ത് ഇന്ത്യൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനെ ജോവർ എന്നാണ് പറയുന്നത്. മലയാളത്തിൽ ഇതിനെ മണിച്ചോളം എന്ന് പറയും. ഇംഗ്ലീഷിൽ ഇതിനെ സ്വർഗം എന്ന് പറയും. ഒരു കർഷകൻ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ചെറുധാന്യമാണ് മണിച്ചോളം എന്നത്. അതുമാത്രമല്ല, നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഭക്ഷ്യയോഗ്യമായ ഭാഗം കൂടുതൽ കിട്ടുന്നത് ഈ മണിച്ചോളം എന്ന ധാന്യം പ്രോസസ്സ് ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ ഈ ധാന്യത്തിൻ്റെ പേരാണ് കുതിരവാലി. നമുക്കിതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ കുതിരയുടെ വാല് പോലെ ഇതിൻ്റെ കതിർക്കുലകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ ധാന്യത്തെ കുതിരവാലി എന്നാണ് പറയുന്നത്. ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻ്റൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള, അതോടൊപ്പം തന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഒക്കെ വളരെ കുറവുള്ള നല്ലൊരു ഭക്ഷണമാണ് ഈ കുതിരവാലി. ഇതിന് ഇംഗ്ലീഷിൽ നമ്മൾ ബാനിയാർഡ് മില്ലറ്റ് എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് കമ്പ്. തമിഴ്നാട്ടിലൊക്കെ ഇതിനെ കമ്പെന്ന് പറയും, കേരളത്തിലും ഇതിനെ കമ്പെന്ന് പറയും. അതോടൊപ്പം തന്നെ ഇതിനെ പറയുന്ന പേൾ മില്ലറ്റ് അല്ലെങ്കിൽ പവിഴച്ചോളം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇതിൻ്റെ കതിർക്കുലകളൊക്കെ എന്ന് പറയുന്നത് പവിഴങ്ങൾ പോലെ, മുത്തുകൾ പോലെ ഡിസൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ ധാന്യത്തെ പവിഴച്ചോളം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള, നമ്മുടെ ശരീരത്തിലെ വിശപ്പ് അകറ്റാൻ കഴിയുന്ന, നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നന്നായി മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന നല്ലൊരു ധാന്യമാണ് ഈ കമ്പെന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധാന്യം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പുണ്ടാകില്ല എന്നതാണ് ഈ ധാന്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ കർഷക തൊഴിലാളികളൊക്കെ പാടങ്ങളിലേക്ക് പണിക്ക് പോകുമ്പോൾ അവർ കഴിച്ചിരുന്ന ഒരു ഭക്ഷണമാണ് ഈ കമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു കഞ്ഞി എന്നത്. അതിനെ കമ്പ് കഞ്ഞി എന്നും കമ്പ് കോളെന്നൊക്കെ പറയാറുണ്ട്. ആ ധാന്യം കഴിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയറ് വിശക്കില്ല എന്നതാണ്. നമുക്കൊരു രാവിലെ പാടത്തേക്ക് പണിക്ക് പോകുമ്പോൾ ഒരു 10 മണി കഴിഞ്ഞ് കമ്പ് കൊണ്ടുള്ള കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കുന്നത് രാത്രി കാലങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ വിശപ്പ് കറ്റാൻ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഈ പവിഴച്ചോളം അല്ലെങ്കിൽ പേൾ മില്ലറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കാണുന്ന ധാന്യമാണ് വരക്. ഇതിൻ്റെ ഇംഗ്ലീഷ് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡോ മില്ലറ്റ് എന്നാണ്. ഇതും വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് കൃഷി ചെയ്യുന്ന നല്ലൊരു ചെറുധാന്യമാണ്. ഇതാണ് ലിറ്റിൽ മില്ലറ്റ്, ചാമ എന്നറിയപ്പെടുന്ന ഒരു ചെറുധാന്യം. ഈ ധാന്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുധാന്യങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു ധാന്യമാണ് ഈ ചാമ എന്നത്. പണ്ടുകാലത്ത് നമ്മുടെ കേരളത്തിലെ നെൽപ്പാടങ്ങളിലൊക്കെ 1ഉം 2ഉം വിളകൾ നെൽകൃഷിയും അതിനുശേഷം വേനൽക്കാലത്ത് ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്നിരുന്ന ഒരു ധാന്യമാണ് ഈ ലിറ്റിൽ മില്ലറ്റ് അല്ലെങ്കിൽ ചാമ എന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് ലിറ്റിൽ മില്ലറ്റ് എന്നാണ്. അതുമാത്രമല്ല, ഇതിനെ പാവപ്പെട്ടവൻ്റെ ഭക്ഷണം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. പണ്ടുകാലത്ത് പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്കൊക്കെ കഞ്ഞി വെച്ച് ഭക്ഷണമായിട്ട് കൊടുത്തിരുന്ന ഒരു ധാന്യമാണ് ഈ ചാമ എന്നത്. ഒരു 60 മുതൽ 65 അല്ലെങ്കിൽ 70 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ കഴിയുന്ന, ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന ഒരു ചെറുധാന്യമാണ് ചാമ. ഇതാണ് റാഗി. ഇതിനെയാണ് ഫിംഗർ മില്ലറ്റ് എന്ന് പറയുന്നത്. പാവപ്പെട്ടവൻ്റെ പാലെന്നാണ് പണ്ടുകാലം മുതൽ വിളിച്ചിരുന്നത്. പണ്ടുകാലത്തൊക്കെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് ആദ്യം മുലപ്പാൽ കൊടുക്കും. ക്രമേണ ഒരു 2-3 മാസം കഴിയുമ്പോൾ മുലപ്പാലിൻ്റെ ലഭ്യത കുറയും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പാലിന് ബദലായിട്ട് പാവപ്പെട്ട വീടുകളിലെ കുട്ടികൾക്കൊക്കെ കൊടുത്തിരുന്ന ഒരു ഭക്ഷണമാണ് ഈ റാഗിയുടെ കുറുക്കെന്നത്. അതുകൊണ്ട് പാവപ്പെട്ടവൻ്റെ പാലെന്നാണ് റാഗിയെ പണ്ട് മുതൽ വിശേഷിപ്പിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, ചെറുധാന്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരു ചെറുധാന്യമാണ് ഈ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് എന്നത്. നമുക്ക് 1 കിലോയ്ക്ക് തന്നെ ഏകദേശം 400-ൽ കൂടുതൽ രൂപ വിലയുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ ഇതിൻ്റെ കൃഷിയില്ല. കർണാടക, ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു ധാന്യമാണ് ഈ ബ്രൗൺ ടോപ്പ് എന്നത്. ഏറ്റവും കൂടുതൽ വിലയുള്ളതും ഏറ്റവും കൂടുതൽ ഫൈബറസ് കണ്ടൻ്റൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ളതുമായ നല്ലൊരു ധാന്യമാണ് ഈ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് എന്നത്.
പ്രിയപ്പെട്ടവരെ, ഇതാണ് പ്രോസോ മില്ലറ്റ്. ഈ ധാന്യത്തിൻ്റെ പേരാണ് പ്രോസോ മില്ലറ്റ്. ഇതിനെ മലയാളത്തിൽ പനി വിറകെന്ന് പറയും. പനി എന്ന് പറഞ്ഞാൽ തമിഴിൽ മഞ്ഞെന്നാണ്. അന്തരീക്ഷത്തിലെ മഞ്ഞ് കൊണ്ട് വളരാൻ ശേഷിയുള്ള ഒരു ചെറുധാന്യമാണ് ഈ പനി വിറകുന്നത്. അവിടെ കൃഷി ചെയ്യാൻ വളരെ കുറച്ച് വെള്ളം മതി എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ധാരാളം ഫൈബറസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള, ആൻറ്റി ഓക്സിഡൻ്റൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള, നമുക്ക് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഒക്കെ വളരെ കുറവായിട്ടുള്ള നല്ലൊരു ഭക്ഷണമാണ് ഈ പനി വിറകുന്നത്. അതോടൊപ്പം തന്നെ തിന, എല്ലാവരും ഒന്ന് കണ്ടോളണം. ഇതാണ് തിനയുടെ കതിർക്കുലകൾ. തിനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ടുകാലം മുതലേ നമ്മൾ പക്ഷികൾക്കുള്ള ഭക്ഷണമായിട്ട് കൊടുത്തിരുന്ന ഒരു ധാന്യമാണ് തിന എന്നത്. പക്ഷേ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള, ധാരാളം ഫൈബറസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള, നമ്മുടെ ശരീരത്തിന് ധാരാളം എനർജി പ്രദാനം ചെയ്യാൻ ശേഷിയുള്ള നല്ലൊരു ചെറുധാന്യമാണ് തിന എന്നത്. നമ്മൾ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയിലൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ധാന്യമാണ്. അപ്പോൾ ഇങ്ങനെ 9 ചെറുധാന്യങ്ങളെയും നമുക്ക് നേരിൽ കാണാൻ ഇവിടെ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചെറുധാന്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാനായിട്ട് വളരെ കുറച്ച് വെള്ളം മതി. ഏത് കാലാവസ്ഥയിലും വളരും. വരണ്ട കാലാവസ്ഥയിൽ വരെ ഏത് പൊട്ട മണ്ണിലും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വിളയാണ് ചെറുധാന്യങ്ങൾ എന്നത്. അതുമാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനത്തേക്ക് അതിജീവിച്ചുകൊണ്ട് നന്നായിട്ട് വളരാനും നന്നായിട്ട് വിളവ് തരാനും ശേഷിയുള്ള ഭാവിയുടെ വിള അല്ലെങ്കിൽ പ്രതീക്ഷയുടെ വിള എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു കാർഷിക വിളയാണ് ചെറുധാന്യം എന്നത്. നമുക്കറിയാം, ശുദ്ധജലത്തിൻ്റെ ലഭ്യത നമ്മുടെ ഭൂമിയിൽ കുറഞ്ഞു വരികയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇത്തരത്തിലുള്ള വിളകൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ പരീക്ഷിക്കുകയാണെങ്കിൽ 100% സക്സസ് ആവും എന്നതിൽ യാതൊരു സംശയവുമില്ല.